ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പുരുവിന് കാത് കുത്തുന്ന വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തമ്പുരുന് എവിടെയാണ് കാത് കുത്തിയത്, കാത് കുത്തിയപ്പോൾ മോള് കരഞ്ഞില്ലല്ലോ, വേദനയൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. പക്ഷേ എനിക്ക് എല്ലാവർക്കും ഉള്ള റിപ്ലൈ കൊടുക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം കുറച്ച് ലോങ് വീഡിയോ ആണ്, അപ്പോൾ 2 പാർട്ടായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ മോൾക്ക് കാത് കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 1 വയസ്സിന് ശേഷമാണ് കാത് കുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ബിനിച്ചേട്ടനൊക്കെ പറഞ്ഞ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം ഒക്കെ ആകുമ്പോൾ അതിന് മുമ്പേ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പിള്ളേർക്ക് നമുക്ക് അത്ര പേടിയോ വേദനയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് അത് ഉണങ്ങാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, 1 വയസ്സാവണ്ട, അറേറെ കഴിഞ്ഞ് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മോൾക്ക് 6 മാസം കഴിഞ്ഞതിന് ശേഷം ശിവരാത്രിയുടെ അന്നാണ് മോൾക്ക് പോയി കാത് കുത്തുന്നത് കേട്ടോ. അപ്പോൾ കാത് കുത്താൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻലെസ് ആയിട്ടുള്ള ഇയർ പേഴ്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോയത്. നമ്മൾ അതിന് മുമ്പ് തന്നെ കുറേ ഗൂഗിളിലൊക്കെ കുറേ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മോൾക്ക് കാത് കുത്തുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുക, കുറച്ച് ക്യാഷ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അവൾ കംഫർട്ട് ആവുന്ന രീതിയിൽ, അവൾക്ക് പെയിനൊന്നും ഇല്ലാതെ നോർമലായിട്ട് അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാത് കുത്തണമെന്നായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാത് കുത്താൻ ഗൺ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിനായിരിക്കും. പിന്നെ 1-2 ഇൻസിഡൻസ് ഒക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഗൺ ഷൂട്ട് ചെയ്യുന്ന ഈ സാധനം പെട്ടെന്ന് നമ്മുടെ കാതിലേക്ക്, കുഞ്ഞുങ്ങളുടെ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാതിലേക്ക് വന്ന് അടിക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള രീതിയിൽ, പെയിന് ഒക്കെ വരുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ അത് വേണ്ടാന്ന് വെച്ചു. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതും നമുക്കൊരു ഡോക്ടർ ചെയ്യുന്നതാണ് കംഫർട്ട്, പക്ഷേ കുറച്ചും കൂടെ നമുക്ക് പെയിൻ ഉണ്ടാവുമോ, ആഫ്റ്റർ കെയർ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ടാറ്റോ കിഡെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡിയോയിൽ പറ്റി നമ്മൾ കാണുന്നത്. അതവിടെ പെയിൻലെസ് ആയിട്ട് കാത് കുത്തി കൊടുക്കും എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരച്ഛനെന്ന നിലയിൽ അതിൽ കൂടുതലും എക്സ്ട്രാ കെയർ മൂക്ക് കൊടുക്കുന്ന ഒരാളാണ്. അവൾക്ക് കൊടുക്കുന്നൊരു സ്പൂണായിക്കോട്ടെ, അവൾക്ക് മുഖം തുടയ്ക്കുന്നൊരു ക്ലോത്ത് ആയിക്കോട്ടെ, എല്ലാത്തിലും ഭയങ്കര ആൾക്ക് ഭയങ്കര ചെക്ക് ചെയ്യണം, എന്തുണ്ടെങ്കിലും ഡബിൾ ചെക്ക് ചെയ്തിട്ടേ ആൾ എന്ത് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കൈ തന്നെ അവളുടെ മുഖത്ത് പെട്ട് കഴിഞ്ഞാൽ ഏട്ടൻ പ്രത്യേകിച്ച് അത് തുടച്ചെടുക്കണം, കഴുകിയെടുക്കണം എന്നൊക്കെ ഉള്ളൊരു, എന്നുവെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് 1 വയസ്സിനൊക്കെ മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഭയങ്കരമായിട്ട് എക്സ്ട്രാ കെയർ ചെയ്തിട്ടാണ് അവളുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ആൾക്ക് കുറേ സംശയം ഉണ്ടായിരുന്നു, ഈ നീഡിൽ എങ്ങനെയാണ്, ഈ നീഡിൽ നമ്മൾക്ക് സാനിറ്റൈസ് ചെയ്താണോ ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ നീഡിലാണ് ഉപയോഗിക്കുന്നത്, കുഞ്ഞിന് പെയിൻ വരുമോ, ബ്ലീഡിങ് ഉണ്ടാവുമോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ആൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ദ ബെസ്റ്റ് എന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഫോം അവർ തരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ നപ്പ് ക്രീം യൂസ് ചെയ്യും. നപ്പ് ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അവർ കാത് കുത്തും. അപ്പം കാത് കുത്താൻ വേണ്ടി അവൾ കുഴപ്പമില്ലാതിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് അവൾ ഇഷ്ടപ്പെട്ട കാത്തൂൻ്റെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ഇരുന്നു. അപ്പോൾ കാത് കുത്തി വേദനയൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു ഓയിൽമെൻറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ആ ഓയിൽമെൻറ്റും കൂടെ യൂസ് ചെയ്തപ്പോൾ മോളുടെ കാത് കരിഞ്ഞു കേട്ടോ.